നിങ്ങൾക്കൊരു സംശയം വേണ്ട, നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അവർ തമ്മിൽ തീർക്കട്ടെ. Okay. Akbar. Okay. This side is okay. Aishwarya. Upper side is what? I don't know. ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ
ജന്മദിനമാണ്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച മഹാനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊട്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെയും പശ്ചാത്തല വികസനത്തിന്റെയും ഒക്കെ മേഖലകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് ഇന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതൃത്വത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മാർഗദർശകമായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിവെച്ച ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ സുവർണ ചത്വരം ആ പദ്ധതിയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ദേശീയപാത വികസനത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കും തുടക്കം കുറിക്കപ്പെട്ടത് ശ്രീ അടൽജിയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ അടക്കം നിർണായകമായിട്ടുള്ള സംഭാവനകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായി. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ന് സദ്ഭരണ ദിനമായിട്ട് ആചരിക്കാനുള്ള തീരുമാനം വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഭാരത ഇന്ത്യ കാലം മാറിയപ്പോൾ ബിഹാരി വാജ്പേയി അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള കോൺഗ്രസ് ഇതര സർക്കാർ, അങ്ങനെ ഒരു സർക്കാർ നിലവിൽ വന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു. ആ സർക്കാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൂടുതൽ ആ വികസനത്തിന്റെ പാതയിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതൊക്കെ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹത്തിന്റെ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. കരുതിയിരുന്നു. ഇപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കാതെ അധ്യക്ഷൻ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ തീർപ്പാക്കാത്തത് കൊണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തീർപ്പാകാത്തത് കൊണ്ട് അദ്ദേഹം ഡൽഹി പോയതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പാർട്ടിയുടെ ഭരണഘടനയിൽ അതിനെ കുറിച്ച് ഒരു പരാമർശമില്ല. അല്ല, പാർട്ടിയുടെ ഭരണഘടനയിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് എനിക്കതിനെ കുറിച്ച് പറയാം. പിന്നെ ആദ്യമായിട്ടാണ് നമുക്കൊരു മേയറെ കിട്ടുന്നത്, അതുകൊണ്ട് കീഴ്വഴക്കം പറയാനും എനിക്കറിയില്ല. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനം. അല്ല, അതാ പറഞ്ഞ എല്ലാ ഘടകങ്ങളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം ചുമതല അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ വേണ്ട സമയത്ത് കൈക്കൊള്ളും. നാളെ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ആശങ്ക വേണ്ട. വൈകിട്ടില്ലല്ലേ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. ആര് പറഞ്ഞു പേരിലേക്ക് എത്തിയിട്ടില്ല? അല്ല, അത് പറയണ്ട, നാളെ പറഞ്ഞ പോരെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, അതിന് മുൻകൂട്ടി പ്രഖ്യാപിക്കുക, അങ്ങനെയൊന്നും വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ
നാളെ രാവിലെ അറിയാലോ നിങ്ങൾക്ക്. നാളെ രാവിലെ മേയറുടെ കാര്യം അറിയാം, ഉച്ചയാകുമ്പോൾ ഡെപ്യൂട്ടി മേയറുടെ കാര്യം അറിയാം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ പരാജയ കാരണമായിട്ടില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയും ഈ സെക്രട്ടറി ഉദ്ദേശം പറഞ്ഞു. പക്ഷെ ഇതിനെ മുഖ്യമന്ത്രി പറയുമ്പോൾ ശബരിമലയിൽ തിരിച്ചടി കാരണമായിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അത് തിരിച്ചറിവാണോ CPM? അല്ല, അവർക്ക് പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നത് വൈകിട്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അവർ തമ്മിൽ തീർക്കട്ടെ. പാർട്ടി ഇപ്പോൾ വിശദമായി BJP തെരഞ്ഞെടുപ്പ് നടത്തി വിശദമായി ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ വോട്ട് ശതമാനത്തിലേക്ക് പിന്നോട്ട് പോയി? ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ കണക്ക് അതെല്ലാം പാർട്ടി വിശദമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസം MT രമേശ് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചതാണ് പാർട്ടിയുടെ നിലപാട്. അതായത് UDF LDF ഭാഗം ഉണ്ടായി അല്ലെങ്കിൽ MT രമേശ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. MT രമേശ് പറഞ്ഞത് വേണമെങ്കിൽ പ്രസ്താവന എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ രണ്ടാം സ്ഥാനത്ത് BJP ആവണം. അപ്പൊ അങ്ങനെ അല്ല, അതൊക്കെ അത് ആ സമയത്ത് നിങ്ങളുടെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ മേയറുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ അംഗങ്ങൾ സത്യപ്രതിജ്ഞ മേയറുടെ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കാരണം അതായത് ചോദ്യം ഇന്നലെ ഒരു മിനിറ്റ്